ഒരുപാട് വലിച്ചു നീട്ടി സമയം കളയുന്നില്ല. ഇത് നമുക്കൊരു ബേബികളുടെ ഫ്രോക്ക് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാടി ഓടി പോകുന്നതിന്റെ ചടപ്പ് മാറാൻ വേണ്ടി ഞാൻ കയറിയിരുന്ന സീറ്റിന്റെ മുമ്പിൽ ആരായിരുന്നു, രണ്ട് മറിയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയായിരുന്നു. അവസാനം എന്റെ കുറെ കിനാവും കണ്ണീരും കണ്ട് പുള്ളിക്കാരിയും അടുത്തു. പിന്നെ ഞാൻ പാവല്ലെന്ന് വിചാരിച്ച് വിട്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നതിന്റെ മെറ്റീരിയലാണ് ഇതാ ഈ ചേച്ചി ഇവിടെ മടക്കി വെച്ചോണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ നോക്കി നോക്കി മടുത്ത കാലുവേദന എടുത്തപ്പോൾ ചേച്ചി തന്നെ എന്നോട് പറയുന്നത്, എന്റെ മരിയ നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും എന്നിട്ട് പോയാൽ മതി. വിശ്രമവേളകളൊക്കെ ആനന്ദപ്രദകരമാക്കി അവസാനം ഉള്ള കവറുകളെല്ലാം എടുത്ത് തൂക്കി ഞാൻ എന്ത് ചെയ്തു, സമയത്തിന് വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പം നമുക്ക് നല്ല പണിയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ മുത്തും പവിഴങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെ മുത്തും പവിഴവും പൊട്ടിച്ച് ഏകദേശം ഒരു വൈകുന്നേരം വരെ ഇതിന്റെ പുറകെ ഞാൻ പണിത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ എന്റെ കഷ്ടപ്പാടാണ് ദാ ഈ മാനിക്യൂറിൽ തൂങ്ങിക്കിടക്കുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത്ര വലിയ സിമ്പിൾ ഒന്നും അല്ലായിരുന്നു. ആഡ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞി കൈ കണ്ടോ, അതിന്റെ എൻ പോർഷൻ നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ സെയിം പാറ്റേൺ സ്കാലപ്പ് തന്നെയായിരുന്നു നമ്മളുടെ ഫ്രോക്കിന്റെ എൻ പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. 2 ലെയർ ആയിരുന്നു നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കൊണ്ട് തിരിഞ്ഞെങ്കിലും ഒന്നും ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മെനിയാവുന്നില്ല. അവസാനം നമ്മുടെ കുഞ്ഞു കസ്റ്റമർ ഇട്ടിട്ട് കറങ്ങുന്ന 2 വീഡിയോ ഉണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.